കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റ് വരുത്തിയ ആഘാതം ഓസ്ട്രേലിയയെ വിട്ടൊഴിയുന്നില്ല. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ശക്തമായ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലഞ്ഞ് ഓസ്ട്രേലിയ. കരയിലേക്ക് അടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി മുടങ്ങി. നിലവിൽ 3 ലക്ഷത്തോളം കെട്ടിടങ്ങളിലാണ് വൈദ്യുതി നിലച്ചിരിക്കുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശനഷ്ടവുമാണ് വിതച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡ് തീരത്തേക്ക് എത്തിയത്. പിന്നീട് കാറ്റ് ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്ത് 16 ദിവസത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ആൽഫ്രഡ് കരതൊട്ടത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കനത്ത മഴ, ശക്തമായ കാറ്റ് എന്നിവ മൂലം ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും വൈദ്യുതി മുടങ്ങി. വെള്ളപ്പൊക്ക സാധ്യതയും ശക്തമാണ്. കൂടാതെ ന്യൂ സൗത്ത് വെയിൽസിൽ 11 സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ കാറ്റഗറി 2-ലായിരുന്നു ചുഴലിക്കാറ്റ് മോറട്ടൺ ദ്വീപിൽ കരകയറിയതോടെ കാറ്റഗറി 1 മാറുകയായിരുന്നു. ഞായറാഴ്ച ബ്രിസ്ബെയിനിനടുത്തെത്തിയപ്പോൾ തീവ്രത കുറഞ്ഞു. തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും 3,16,540 പേർക്ക് വൈദ്യുതിയില്ല എന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കനത്ത മഴ, നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ്, തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലാണ് ആൽഫ്രഡ് കരതൊട്ടത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമാണ് ബ്രിസ്ബെയിൻ. വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയത്. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിലും ഏകദേശം 200 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. 700 മില്ലിമീറ്റർ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരായ മുതിർന്നവർക്ക് $1000 കുട്ടികൾക്ക് $400 നൽകും. ക്വീൻസ്ലാൻഡിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട്. തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിലെ നദീപ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ബ്രിസ്ബെയിൻ, ഗോൾഡ് കോസ്റ്റ്, ലോഗൻ, ഇപ്സ്വിച്ച്, ലോക്യാർ വാലി പ്രദേശങ്ങളിലെ വൃഷ്ടി പ്രദേശങ്ങളിലും അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ മറ്റിടങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശങ്ങൾ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് 50 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് വീശുന്നത്. സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലാണ് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടാറുള്ളത്. 1974-ലെ ട്രോപ്പിക്കൽ സൈക്ലോൺ സോയി ആയിരുന്നു ഏറ്റവും ഒടുവിൽ തെക്കോട്ടുള്ള സഞ്ചാരപാതയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയോടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിൽ കാലതാമസങ്ങൾ വരികയും ഈ കാലതാമസം ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റിന്റെ ആഘാതം കൂടുതലും ക്വീൻസ്ലാൻഡിലെ ഗോൾഡ് കോസ്റ്റും മറ്റ് തീരപ്രദേശങ്ങളിലുമാണെങ്കിലും ഉൾനാടുകളിലേക്ക് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. 2011-ലും 2022-ലും ഉണ്ടായ വെള്ളപ്പൊക്കമുണ്ടായ ലോക്യാർ താഴ്വരയിലെ ലേഡ്ലി പട്ടണത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 15 വർഷത്തിനിടെ 4 തവണ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട സ്ഥലമായിരുന്നു ബ്രിസ്ബെയിൻ. വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിൽ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളപ്പൊക്കത്തിൽ ഏകദേശം 1800 പേർ ഒറ്റപ്പെട്ടതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ 20,300 പേരെ ഒഴിപ്പിക്കാനാണ് നിർദ്ദേശം. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതോടെ ലിസ്മോർ പോലുള്ള സ്ഥലങ്ങളിലെ ചില താമസക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവാദം നൽകി. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വൈദ്യുതി തടസ്സത്തിനും സ്വത്ത് നാശത്തിനും കാരണമായ മുൻ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ആൽഫ്രഡ് മൂലം വരുമാനം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം സജീവമാക്കുമെന്നും ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമായ ബ്രിസ്ബെയിനിന്റെ വടക്ക് ഭാഗത്താണ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരുന്നത്. ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനങ്ങളെ ഇത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്തു. ഇതുകൂടാതെ മഴക്കാലത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുകയും സഹായത്തിനായി വിന്യസിച്ച 12 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു. രാജ്യത്തിന്റെ ശരാശരി പ്രതിവാര വേതനത്തേക്കാൾ താഴെ വരുമാനം ലഭിക്കുന്ന തൊഴിലാളികൾക്ക് ചൊവ്വാഴ്ച മുതൽ 13 ആഴ്ച വരെ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. ദിവസം മുഴുവൻ സ്ഥിതിഗതികൾ ശാന്തമാകുമെങ്കിലും അപകട സാധ്യത അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഓസ്ട്രേലിയയുടെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട്. തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിലുടനീളം ഇപ്പോഴും കാര്യമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടെന്നും ബ്യൂറോ കാലാവസ്ഥാ നിരീക്ഷകർ സിവോട്സ് പറഞ്ഞു. ഇതുമൂലം കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടും അപകടകരവും ജീവന് ഭീഷണിയുമായ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സംവിധാനം വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുവെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ശക്തമായ മഴ പെയ്യുമെന്നും ബ്രിസ്ബെയിൻ ഉൾപ്പെടെ ക്വീൻസ്ലാൻഡിലെ 9 സ്ഥലങ്ങളിൽ ഇത് ബാധിക്കുമെന്നും ബ്യൂറോ അറിയിച്ചിട്ടുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിൽ 11 സ്ഥലങ്ങൾ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്.